നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം, അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നുവെന്ന് പറഞ്ഞു. കർത്താവാകുന്നുവെന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് കയറിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നുവെന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു പുതിയ സംവത്സരത്തിലേക്ക് നിന്റെ കൃപയാൽ നീ ഞങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ പകർച്ചവ്യാധി ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയ സമയത്ത് ഇത്രത്തോളം സൗഖ്യത്തോടെയും ആരോഗ്യത്തോടെയും 2021 പ്രവേശിപ്പാൻ കഴിയും എന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. അത്രമാത്രം ഭയം ഞങ്ങളെ വിഴുങ്ങിയിരുന്നു. എന്നാൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് എത്ര വിശ്വസ്തനായിരുന്നു. അവിടുത്തെ കൃപ ശരീരത്തിലും മനസ്സിലും വ്യക്തിപരമായി, സമൂഹമായി, സഭയായി അനുഭവിക്കുന്നതിന് ഞങ്ങൾക്ക് സഹായിച്ചു. പ്രിയ കർത്താവേ, ഈ പുതിയ സംവത്സരം മാത്രമല്ല, നീ ഞങ്ങൾക്ക് ആയുസ് നൽകുന്നിടത്തോളം നിന്റെ സ്നേഹം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. കർത്താവേ, ഈ വർഷത്തെ ഞങ്ങളുടെ ഈ ഭദ്രാസന കൺവെൻഷനായും ഈ കൺവെൻഷനിൽ ഇതപര്യന്തം വ്യാപരിച്ച ദൈവകൃപയ്ക്കായും നിന്റെ വചനം ഞങ്ങളുമായി പങ്കുവെച്ച അഭിഷിക്തർക്കായും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട തിരുമേനിക്കായും വികാരി ജനറൽ അച്ഛനായും കൺവെൻഷൻ്റെ ചുമതലക്കാർക്കായും പ്രിയ അച്ഛന്മാർക്കായും സുവിശേഷകർക്കായും സേവനിമാർക്കായും പ്രത്യക്ഷവും പരോക്ഷവുമായ വിധത്തിൽ ഈ ഭദ്രാസനത്ത് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ആത്മായ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ,
നിന്റെ വചനം ഞങ്ങൾക്കിന്ന് സത്യമായി ഭവിക്കണമേ. ഞങ്ങൾ നിന്റെ വചനത്തിലേക്കും ഞങ്ങൾ നിന്റെ വചനത്തിലൂടെ നിന്റെ മുഖത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു. പ്രിയ കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. നിന്റെ വചനത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണം, ശുദ്ധീകരിക്കണം, ശക്തീകരിക്കണം, സൗഖ്യമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. 2017 മുതൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും അധികം പ്രചാരം ലഭിച്ച ഒരു വാക്കാണ് ഡെത്ത് ക്ലീനിങ്. ആ വാക്ക് കേൾക്കുമ്പോൾ അതിന് മരണവുമായി ബന്ധമുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. എന്നാൽ അതൊരു പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ്. ദ ഗ്രേറ്റ് ആർട്ട് ഓഫ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ്. 86 വയസ്സുള്ള മാർഗരറ്റ് മാഗ്നസ് എഴുതിയ ഈ പുസ്തകം 2017 ബെസ്റ്റ് സെല്ലറായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത സമയത്താണ് ആ പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പുസ്തകത്തിൽ എഴുത്തുകാരിയായ മാർഗരറ്റ് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത് ഡെത്ത് ക്ലീനിങ് എന്നാണ്. എന്താണ് ഈ ഡെത്ത് ക്ലീനിങ് എന്ന ആംഗലേയ പദം കൊണ്ട് എഴുത്തുകാരി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഒരു ഡീക്ലട്ടറിങ് ആവശ്യമാണ്. ആവശ്യവുമില്ലാത്തതും ആവശ്യത്തിലധികവുമായ ധാരാളം കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാങ്ങിക്കൂട്ടിയും വാരിക്കൂട്ടിയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ക്രമേണ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയാൽ, ഒരു ഡീക്ലട്ടറിങ് നടത്തിയാൽ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ അത് നമുക്ക് സഹായകരമാവും. ഈ ഡീക്ലട്ടറിങ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെയാണ് ഇവിടെ ജീവിതത്തിലെ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ശിഷ്യന്മാർ നിർവഹിക്കുന്നത്. ഡീക്ലട്ടറിങ് എന്നത്, അല്ലെങ്കിൽ ഡെത്ത് ക്ലീനിങ് എന്നത് ഒരർത്ഥത്തിലുള്ള ഒരു കണക്കെടുപ്പാണ്. ഈ കണക്കെടുപ്പിൽ ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുക, ആവശ്യമായത് മാത്രം സൂക്ഷിക്കുക. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും ഒരു മുറിയിൽ ഒരുമിച്ചിരിക്കുകയാണ്. വാതിൽ അടച്ചിരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തരം ലോക്ക്ഡൗൺ ആണ്, ഒരു തരം അടച്ചുപൂട്ടലാണ്. ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഒരു അടച്ചുപൂട്ടലിൻ്റെ, ലോക്ക്ഡൗണിൻ്റെ കാലമാണ്. അവർക്ക് പുറത്തിറങ്ങുന്നതിന് ഭയമുണ്ട്. കാരണം മരണം എപ്പോൾ വേണമെങ്കിലും അവരെ തേടി വരാം. അത് റോമൻ പട്ടാളത്തിൻ്റെ രൂപത്തിൽ വരാം, യഹൂദന്മാരുടെ രൂപത്തിൽ വരാം, ചാരന്മാരുടെ രൂപത്തിൽ വരാം, സുഹൃത്തുക്കളുടെ രൂപത്തിൽ വരാം. അങ്ങനെ മരണം ഏതു നിമിഷവും അവരെ തേടിയെത്താം. അതുകൊണ്ട് അവർ വാതിലടച്ച് അടച്ചുപൂട്ടി മുറിയിലിരിക്കുകയാണ്. നമുക്ക് അടച്ചുപൂട്ടൽ അഥവാ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സിലാവും. ഒരുപക്ഷെങ്കിൽ നാം മനസ്സിലാക്കിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ തീവ്രതയിലാണ് ശിഷ്യന്മാരുടെ അടച്ചുപൂട്ടൽ അഥവാ ലോക്ക്ഡൗൺ. ഈ അച്ഛന്മാർക്കുള്ള ഒരു ഭാഗ്യം, ഓരോ പള്ളികളിലും ചെല്ലുമ്പോൾ നല്ല രസികരായ, നല്ല ഫലിതപ്രിയരായ, നർമ്മബോധമുള്ള ആളുകളെ പരിചയപ്പെടാൻ കഴിയുമെന്നതാണ്. ഒരിടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു അങ്കിൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ കഷ്ടകാലവും കന്യാസ്ത്രീകളും തമ്മിലുള്ള ബന്ധം അറിയാമോ? അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അവരെ കളിയാക്കി വല്ലതും പറയാനുള്ള ഉദ്ദേശത്തിലായിരിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല.
അപ്പോൾ പറഞ്ഞു, അച്ഛൻ കന്യാസ്ത്രീകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് അവരിൽ കാണുന്ന ഒരു പ്രത്യേകത? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. അപ്പോൾ ഈ അങ്കിൾ എന്നോട് പറഞ്ഞു, അച്ഛാ, അവരെപ്പോഴും 3-4 പേര് കൂട്ടമായിട്ടാണ് പോകുന്നത്. കഷ്ടകാലവും അതുപോലെയാണ്. വരുമ്പോൾ ഒരെണ്ണമായിട്ട് വരത്തില്ല, 3-4 എണ്ണമായിട്ടാണ് വരുന്നത്. ഇത് അവരെ കളിയാക്കാൻ പറഞ്ഞതല്ല, ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ അങ്കിൾ എനിക്ക് പറഞ്ഞു തന്ന എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഏതാണ്ട് അതുപോലെയാണ്. കഷ്ടകാലം വരുമ്പോൾ ഈ രൂപത്തിലാണ്. 3.5 വർഷം വലിയ പ്രതീക്ഷയോടെയും കണക്കുകൂട്ടലോടുകൂടെയുമാണ് യേശുവിൻ്റെ പിറകെ അവർ യാത്ര ചെയ്തത്. എന്നാൽ വളരെ അവിചാരിതമായി അവരുടെ ജീവിതം ഒരടച്ചുപൂട്ടലിലേക്ക് മാറുകയാണ്. അവരുടെ ജീവിതം പൂർണ്ണമായും ഏതാണ്ട് ഒരു ലോക്ക്ഡൗണിലേക്ക് മാറുകയാണ്. ഈ അടച്ചുപൂട്ടലിൻ്റെ കാലത്ത് അവരുടെ മുൻപിൽ പ്രധാനമായുമുള്ള ചോദ്യം അവരുടെ ജീവനെക്കുറിച്ചും അവരുടെ ഉപജീവനത്തെക്കുറിച്ചും, ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ്. ഈ അടച്ചുപൂട്ടലിൻ്റെ കാലത്തും ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്തും നമ്മുടെയൊക്കെ മുൻപിലുള്ള പ്രധാന ചോദ്യവും ഇത് തന്നെയാണ്: ജീവനും ഉപജീവനവും, ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ്. കൊറോണ ബാധിച്ച് മരണം വരുമോ എന്നുള്ള ഭയം, അതാണ് ജീവനെക്കുറിച്ചുള്ള ഭയം. എന്നാൽ അങ്ങനെ ജീവനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ട് വാതിലടച്ചിരുന്നാൽ ഉപജീവനം എങ്ങനെ കഴിക്കും? ജീവിതവും അല്ലെങ്കിൽ ജീവനും ഉപജീവനവും ഒരു ചോദ്യചിഹ്നമായി ശിഷ്യന്മാരുടെ മുൻപിൽ നിൽക്കുകയാണ്. അവരിതിനെക്കുറിച്ച് വളരെ സവിസ്തരം ചർച്ച ചെയ്തു. ശിഷ്യന്മാരെല്ലാവരും കൂടി ഇതിനുള്ള പോംവഴികളെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ശിഷ്യന്മാരിൽ പ്രഥമ സ്ഥാനീയനായ പത്രോസ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കൂടെ ഇത് കേട്ട എല്ലാവർക്കും അതൊരു നല്ല നിർദ്ദേശമായി തോന്നി. ജീവിതത്തിൻ്റെ ക്രൈസിസ് മൊമെന്റ്സ്, when you face such deadlocks, you have 2 options. Either you turn back or make them turning points. Turning back and turning points. ഇത് രണ്ടും കൊറോണയുടെ കാലത്ത് മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലുമുള്ള പ്രതിസന്ധികളെ, അത് രോഗത്തിൻ്റെ രൂപത്തിലാവാം, മരണത്തിൻ്റെ രൂപത്തിലാവാം, ആരോഗ്യ പ്രശ്നങ്ങളുടെ രൂപത്തിലാവാം, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുടെ രൂപത്തിലാവാം. either you turn back or you make those moments turning points. എന്നാൽ ഇവിടെ ശിഷ്യന്മാർ they decided to turn back. മനുഷ്യരെ പിടിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ഇപ്പോൾ വീണ്ടും മത്സ്യബന്ധനത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പത്രോസും കൂട്ടരും എത്തുമ്പോൾ അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? തിരിച്ചു പോയാൽ, വീണ്ടും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ ജീവനും ഉപജീവനവും സാധ്യമാകുമെന്നുള്ള ഉറപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധൈര്യം അവർക്ക് ലഭിച്ചത് പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഒരു ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ, ഈ ശിഷ്യന്മാരുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ അവരുടെ റെസ്യൂമെ നമ്മളൊന്ന് നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനം they have experience. അവർ മത്സ്യബന്ധനത്തിൽ വലിയ നൈപുണ്യമുള്ളവരാണ്, സമർത്ഥരാണ്. ദീർഘവർഷങ്ങൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടതിൻ്റെ അനുഭവ പരിചയമുണ്ട്. സോ they have experience. രണ്ടാമത്തത്, they have the skill, they have the expertise. 3, they have enough contacts. നമ്മളൊരു CV അല്ലെങ്കിൽ നമ്മളൊരു റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ ഏറ്റവും അധികം പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണിത്. 1, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്.
നേരത്തെ എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെങ്കിൽ ജീവിതത്തിൽ മുൻ എക്സ്പീരിയൻസ് ചോദിക്കാത്ത ഏക സന്ദർഭം കല്യാണം മാത്രമാണ്. ബാക്കി ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ എവിടെ ചെന്നാലും ചോദിക്കും യുവർ ഫോർമർ എക്സ്പീരിയൻസ്. അപ്പം ഒരു ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു തൊഴിലിലേക്ക് തിരിക്കുന്ന ശിഷ്യന്മാർ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ മെച്ചപ്പെട്ടതാണ്. മീൻ പിടിക്കാനുള്ള എക്സ്പേർട്ടീസ് ഉണ്ട്. മാത്രവുമല്ല, ഒരു വള്ളമോ വലയോ വായ്പ ചോദിക്കണമെങ്കിൽ അവർക്ക് ധാരാളം റെഫറീസ് ഉണ്ട്, അല്ലെങ്കിൽ കോണ്ടാക്ട്സ് ഉണ്ട്. So they have experience, they have expertise, and they have enough and more referees. അതുകൊണ്ട് എന്തുകൊണ്ടും ജീവനും ഉപജീവനവും പ്രതിസന്ധിയിലാകുമ്പോൾ അവർക്ക് വീണ്ടും മത്സ്യബന്ധനത്തിലേക്ക് പോകാൻ സാധിക്കും. ഇങ്ങനെ ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് ശിഷ്യന്മാർ മത്സ്യബന്ധനത്തിനായി പുറപ്പെടുന്നത്. എന്നാൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ശിഷ്യന്മാർക്ക് ഒന്നും കിട്ടിയില്ല. എനിക്കവിടെ ഏറ്റവും കൗതുകകരമായി തോന്നിയ കാര്യം, ഒന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം യേശുവിനറിയാം. എന്നിട്ടും കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നത് അവരെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയാം, ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ പോലും അവൻ അറിയാം. അങ്ങനെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ പോലും അറിയുന്ന ഒരു കർത്താവ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ പരാജിതരായി നിൽക്കുന്ന ശിഷ്യന്മാർ, അവർക്കൊന്നും കിട്ടിയില്ല എന്ന് തനിക്ക് വ്യക്തമായി അറിയാമെങ്കിലും കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് അവരോട് ചോദിക്കുകയാണ്. ഇതൊരു തരം ഇൻക്വിസിറ്റീവ്നെസ്സാണ്. നമ്മുടെയൊക്കെ പള്ളികളിലൊക്കെ ഒരിക്കൽ എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി പള്ളി വരത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ സഹോദര കാര്യം? അപ്പോൾ അദ്ദേഹത്തിന് 34 വയസ്സായി, കല്യാണം നടക്കുന്നില്ല. എല്ലാ ഞായറാഴ്ചയും വരുമ്പോഴും ഒരു 10 പേരെങ്കിലും ഒരു വ്രതം പോലെ ചോദിക്കും, വല്ലതും ശരിയായോ, വല്ലതും ശരിയായോ. അല്ലെങ്കിൽ കുറേ കാലങ്ങളായി കുഞ്ഞുങ്ങളില്ല, എന്നാലും നമ്മൾ എല്ലാ ആഴ്ചയും ചോദിക്കും, വല്ലതും ആയോ, വല്ലതും ആയോ, ആർക്കാ കുഴപ്പം, ജോലിയായില്ലേ, കല്യാണം കിട്ടിയാൽ അവർ നമ്മളെ അറിയിക്കും. അപ്പം ഇങ്ങനെ ഒരു തരം ഇൻസിനുവേറ്റിംഗ് ആയ ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ട്. ഒരു കാര്യവുമില്ലെങ്കിലും വെറുതെ പോയി നമ്മളെ ഒന്ന് വേദനിപ്പിച്ചിട്ട് ഒന്നും ആയില്ലേ, ഇവിടെ കല്യാണമായാൽ നമ്മളെ അറിയിക്കുമല്ലോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയോ 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 എന്ന് ചോദിക്കേണ്ട. ഇത് ഒരു തരം ഇൻസിനുവേറ്റിംഗ് ഇൻക്വിസിറ്റീവ്നെസ്സാണ്. ഇതൊരു തരം ആകാംക്ഷയാണ്. ഈ ചോദ്യം ആർദ്രതയിൽ നിന്നല്ല, ആകാംക്ഷയിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. നമുക്ക് ഒരാളുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് 2 തരത്തിൽ ചോദിക്കാം. ഒന്ന്, നമ്മുടെ ആകാംക്ഷ കൊണ്ട് ചോദിക്കാം. 2, ആർദ്രതയിൽ നിന്നും നമുക്ക് ചോദിക്കാം. ഇവിടെ യേശു കർത്താവ് കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നത് ആകാംക്ഷയിൽ നിന്നല്ല, ആർദ്രതയിൽ നിന്നാണ്. ആ ചോദ്യം ചോദിച്ചപ്പോൾ അവർ വലയിലേക്കൊന്ന് നോക്കിക്കാണാം. വലയിൽ നോക്കിയിട്ട് അവർ നോക്കുമ്പോൾ ശൂന്യമായ വലകളാണ്, എംപ്റ്റിനെസ്. എന്നാൽ യേശു അവരോട് അവരുടെ ശൂന്യമായ വലകളിലേക്ക് നോക്കാൻ അവരെ പ്രേരിപ്പിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ ശൂന്യമായ വലകളിൽ നിന്ന് ഉയരുന്ന 3 തിരിച്ചറിവുകളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ശൂന്യതകളെ ഒന്നുകിൽ നിരാശ കൊണ്ട് നമുക്ക് നിറയ്ക്കാം, അല്ലെങ്കിൽ തിരിച്ചറിവുകൾ കൊണ്ട് നിറയ്ക്കാം. ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കാത്തവരാരുമില്ല, ഏകാന്തത അനുഭവിക്കാത്തവരാരുമില്ല. എന്നാൽ ശൂന്യത, എംപ്റ്റിനെസ്, അതിനെ നിറയ്ക്കാൻ ഒന്നുകിൽ നമുക്ക് നിരാശ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചില തിരിച്ചറിവുകൾ ഉപയോഗിക്കാം. ഈ രാത്രി അവരുടെ ശൂന്യമായ വലകളിലേക്ക് നോക്കിയപ്പോൾ ശിഷ്യന്മാർക്കുണ്ടായ 3 തിരിച്ചറിവുകൾ ഈ രാത്രി നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അവരുടെ ഒന്നാമത്തെ തിരിച്ചറിവ്,
ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടാത്ത ആത്മവിശ്വാസം ഒരിക്കലും ഫലകരമാവില്ല. ആത്മവിശ്വാസം നല്ലതാണ്, എന്നാൽ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവവിശ്വാസമായിരിക്കണം. ഇവിടെ ശിഷ്യന്മാരുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണം ആത്മവിശ്വാസക്കുറവല്ല, എന്നാൽ അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ ദൈവവിശ്വാസമായിരുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ട് ഷാറ്റേർഡ് സെൽഫ് കോൺഫിഡൻസ്. വലിയ ആത്മവിശ്വാസത്തോടെ ജീവിതം ആരംഭിച്ചവരാണ് നിങ്ങളിൽ ചിലരെങ്കിലും. അത് നമ്മുടെ പ്രവർത്തന മേഖലകളാവാം, നമ്മുടെ തൊഴിൽ രംഗങ്ങളാവാം, പട്ടത്വ ശുശ്രൂഷയാവാം, നമ്മുടെ കുടുംബജീവിതമാവാം. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടെ ആരംഭിച്ച സംരംഭങ്ങൾ, വ്യക്തി ജീവിതത്തിലെ ചില ഇനീഷ്യേറ്റീവ്സ് തകർന്നു പോകുന്നതിൻ്റെ കാരണം അത് നമ്മുടെ കഴിവുകേടല്ല, മറിച്ച് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവവിശ്വാസമല്ല എന്ന് തിരിച്ചറിയാനുള്ള സന്ദർഭമാണ്. മണലിന്മേൽ വീട് പണിത മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. 2 വീടുകൾ മണലിന്മേൽ പണിതു, പാറമേൽ പണിതു. 2 വീടും നല്ലതാണ്. 2 വീടും പണിതത് നല്ല കഴിവുള്ളവരാണ്. 2 വീടും പണിതത് നല്ല സ്കില്ലുള്ളവരാണ്. വീടിൻ്റെ ബലത്തിലോ അതിൻ്റെ സൗന്ദര്യത്തിലോ ഒന്നും കാര്യമായ തകരാറില്ല. എന്നാൽ ആ വീട് നിലംപതിക്കാനുള്ള കാരണം ആ സൗധത്തിൻ്റെ അടിത്തറ മണ്ണായിരുന്നു എന്നതാ, മറ്റേത് പാറയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ആത്മവിശ്വാസം ഒന്ന് ഉലയുന്നത് നല്ലതാണ്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നാം തന്നെ കരുതുന്നുണ്ട്. അത് നമ്മുടെ കൈക്കരുത്താവാം, അത് നമ്മുടെ പണത്തിൻ്റെ കരുത്താവാം, അത് നമ്മുടെ അധികാരത്തിൻ്റെ പിൻബലമാവാം. എന്നാൽ ജീവിതത്തിലെ നിർണായകമായ അവസരങ്ങളിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ആത്മവിശ്വാസത്തിന് കടലാസ് വില ഇല്ലാത്തതിൻ്റെ കാരണം ആത്മവിശ്വാസം മോശമായതുകൊണ്ടല്ല, അതിൻ്റെ അടിത്തറ ദൈവവിശ്വാസമല്ല എന്നതാണ്. പഴയ നിയമത്തിൽ കായീൻ്റെയും ഹാബേലിൻ്റെയും സംഭവമുണ്ട്. അവിടെ ഹാബേലിനെ സ്വന്തം കൈക്കരുത്തുകൊണ്ട് കൊന്നിട്ട് സ്വന്തം കൈക്കരുത്തിൽ ആശ്രയിച്ച് ജീവിതത്തിൽ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാമെന്ന് കരുതി. എന്നാൽ ഹാബേലിനെ കൊന്നു കഴിഞ്ഞിട്ടും കായീൻ ജീവിതത്തിൽ വിജയിക്കുന്നില്ല. അതിൻ്റെ കാരണം അവന് കൈക്കരുത്തില്ലാഞ്ഞിട്ടല്ല, കൈക്കരുത്ത് മോശമായതുകൊണ്ടുമല്ല, പക്ഷേ കൈക്കരുത്ത് കൊണ്ടാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത് എന്ന ചിന്തയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ചിലരുടെയെങ്കിലും ആത്മവിശ്വാസം വല്ലാതെ തകർന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നതായ സംരംഭങ്ങൾ വിജയിക്കാത്തത് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. നിങ്ങളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന സംരംഭങ്ങൾ വിജയിക്കാത്തത് അത് ചെയ്യാനുള്ള സിദ്ധിയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ശൂന്യതകളിൽ ചില തിരിച്ചറിവുകൾ നിറയേണ്ടതുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ആത്മവിശ്വാസം ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ശൂന്യതകളിൽ യു ക്യാൻ ഫിൽ യുവർ moments of emptiness either with discernment or with disappointments. So you have 2 options. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ശൂന്യതയുണ്ടല്ലോ, ആ ശൂന്യതയെ നിറയ്ക്കാൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിസേൺമെന്റ് ഉപയോഗിക്കാം. ദൈവം ചില സമയത്ത് നമ്മെ പരാജയപ്പെടാൻ അനുവദിക്കുന്നത് നാം പരാജയപ്പെട്ട് കാണാനുള്ള ദൈവത്തിൻ്റെ താല്പര്യം കൊണ്ടല്ല, മറിച്ച് ചില ശൂന്യതകളിലൂടെ നമ്മെ കടത്തിവിട്ടിട്ട് ചില തിരിച്ചറിവുകൾ നമുക്ക് സമ്മാനിക്കാനാണ്. എപ്പോഴാണ്
moments of emptiness become turning points. ശൂന്യതയുടെ നിമിഷങ്ങൾ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ആകണമെങ്കിൽ യു നീഡ് ടു ഫിൽ ദോസ് മോമെന്റ്സ് വിത്ത് ഡിസേൺമെന്റ്. ഇവിടെ ശിഷ്യന്മാർ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് കഴിവുണ്ട്, മീൻ പിടിക്കാൻ അറിയാം, എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പെർട്ടീസ് ഉണ്ട്, നല്ല CV ആണ്, നല്ല പ്രൊഫൈലാണ്. എന്നിട്ടും ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒന്നും കിട്ടുന്നില്ല. ഒന്നാമത്തെ ശിഷ്യന്മാർക്കുണ്ടാകുന്ന തിരിച്ചറിവ്, ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടാത്ത ആത്മവിശ്വാസം നമ്മെ ജീവിതത്തിൽ എങ്ങും എത്തിക്കില്ല. 2, there can be phases of life where blessings play hide and seek. ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ അനുഗ്രഹങ്ങൾ സാറ്റ് കളിക്കുന്ന നിമിഷങ്ങളുണ്ട്, അനുഗ്രഹങ്ങൾ ഒളിച്ചു കളിക്കുന്ന നിമിഷങ്ങളുണ്ട്. ഇവിടെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പടകിൻ്റെ വലതുഭാഗത്ത് വല വീശണം. സത്യത്തിൽ നമ്മളായിരുന്നു ശിഷ്യന്മാരുടെ സ്ഥാനത്തെങ്കിൽ നമുക്ക് ഉണ്ടാകുമായിരുന്ന പ്രതികരണം വളരെ വ്യത്യാസമായിരിക്കും. പോപ്പിനെയാണോ കുർബാന പഠിപ്പിക്കുന്നത്, കണ്ടക്ടർക്ക് ടിക്കറ്റ് എഴുതരുത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചില ക്ലീശേ മറുപടികളുണ്ട്. എന്തായാലും യേശു കർത്താവിന് അറിയാൻ മേലാത്ത പണിയാണ് മീൻപിടുത്തം. യേശു കർത്താവിൻ്റെ പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിചയം എന്ന് പറയുന്നത് ആശാരിപ്പണിയാണ്. വേണമെങ്കിൽ ശിഷ്യന്മാർക്ക് ഒരുപക്ഷെങ്കിൽ യേശു ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് പറയാമായിരുന്നു, അവനവൻ അറിയാവുന്ന പണി ചെയ്താൽ മതി, എന്നെ പണി പഠിപ്പിക്കണ്ട. എന്നാൽ യേശു ആണെന്ന് അറിഞ്ഞിട്ടോ അറിയാതെയോ എന്തായിരുന്നാലും യേശുവിൻ്റെ വാക്കിന് അവർ വലയിറക്കുകയാണ്. അപ്പം നമ്മളവിടെ നോക്കേണ്ട കാര്യം, ഇവരിതിൻ്റെ ഇടത്തും വലത്തും ആ തടാകത്തിൽ മുഴുവൻ വല വീശി. എന്നാൽ എന്തുകൊണ്ടാണ് ഈ തടാകത്തിലുണ്ടായിരുന്ന ഇത്രയും പെരുത്ത മീൻകൂട്ടം ഈ വലയിൽ കയറാതെ മാറി നിന്നത്? എനിക്ക് വലിയ കൗതുകം തോന്നുകയാണ് ആ ഭാഗം വായിക്കുമ്പോൾ. അനുഗ്രഹങ്ങൾ തൊട്ടടുത്തുണ്ട്, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, ഉന്നതമായ മാർക്കുണ്ട്, നല്ല സ്വാധീനമുണ്ട്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഒരു ജോലി മാത്രം കിട്ടുന്നില്ല. സൽസ്വഭാവിയാണ്, തരക്കേടില്ലാത്ത ജീവിത സൗകര്യങ്ങളുണ്ട്, പക്ഷെ കല്യാണം നടക്കുന്നില്ല. 2 പേർക്കും പറയത്തക്കതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല, എന്നിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല. അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സാറ്റ് കളിക്കുന്ന നിമിഷങ്ങളുണ്ട്. ബ്ലെസ്സിങ്സ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. ഇതിലൂടെ ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, അനുഗ്രഹങ്ങൾ സ്വാഭാവികമായി വന്നു ചേരുന്നതല്ല, അത് തമ്പുരാൻ നിശ്ചയിച്ചെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴാണ്, കല്യാണം കഴിച്ചു ഉടനെ തന്നെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കരുതും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലി കിട്ടിയാൽ നമ്മൾ കരുതും അത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ കുടുംബജീവിതം മുന്നോട്ട് പോയാൽ നമ്മൾ കരുതും അത് നമ്മളുടെ കഴിവ് കൊണ്ടാണ്. അനുഗ്രഹം തൊട്ടടുത്തുണ്ടായിട്ടും വലയുണ്ടായിട്ടും വീശാൻ അറിയാമായിരുന്നിട്ടും മീൻ മാത്രം വലയിൽ കയറുന്നില്ല. തൊട്ടടുത്ത് വലിയ പെരുത്ത മീൻകൂട്ടമുണ്ട്, പക്ഷെ മീൻ കയറില്ല. കാരണം ഇതുവരെ പത്രോസും കൂട്ടരും കരുതിയിരുന്നത് അവരുടെ വലയിൽ മീൻ കയറിയത് സ്വാഭാവികമായിട്ടുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ശൂന്യതയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെന്തോ വലിയ കൊടിയ അപരാധം ചെയ്തുകൊണ്ടാണെന്നതോ, നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണെന്നോ,
നിങ്ങൾ അതിന് യോഗ്യരാണെന്നോ അല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അനുഗ്രഹങ്ങൾ ഒളിച്ചുകളി നടത്തുന്നത്, അനുഗ്രഹങ്ങൾ സാറ്റ് കളിക്കുന്നത് എന്നെയും നിങ്ങളെയും ഒരു കാര്യം ബോധ്യപ്പെടുത്താനാണ്. തമ്പുരാൻ നിശ്ചയിക്കാതെ ഒന്നും സ്വാഭാവികമായി ജീവിതത്തിൽ സംഭവിക്കില്ല. സോ ഡിസപ്പിയറൻസ് ഡസൻറ്റ് മീൻ ഡിനായൽ. മത്സ്യങ്ങൾ സാറ്റ് കളിക്കുന്നു. ഒരുപക്ഷെങ്കിൽ മീൻ ഇങ്ങനെ ബുദ്ധിയുണ്ടോ, മീൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ പഴയ നിയമത്തിലും ഇതുപോലെയുണ്ട്. യോനായെ വിഴുങ്ങുന്നു, യോനായെ ഛർദ്ദിക്കുന്നു. അവിടെയും മത്സ്യം അത്ഭുതം കാണിക്കുകയാണ്. മത്സ്യം കുറുമ്പ് കാണിക്കുകയാണ്. ഒരല്പം കൂടെ വ്യത്യാസപ്പെടുത്തി പറഞ്ഞാൽ, ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങൾ ജീവിതത്തിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ കുറുമ്പ് കാട്ടുകയാണ് നമ്മോട്. അനുഗ്രഹങ്ങൾ സാറ്റ് കളിക്കുകയാണ്. അനുഗ്രഹങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ്. അനുഗ്രഹങ്ങൾ ഒളിച്ചു കളിക്കുകയാണ്. എന്താണെന്നറിയോ നാം ഇതിലൂടെ പഠിക്കേണ്ടത്? ഇതിലൂടെ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം, ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നന്മകൾ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സാറ്റ് കളിക്കുമ്പോൾ പലരും നമ്മളോട് പറയും, അതിനൊരു എളുപ്പവഴിയുണ്ട്, അതിനൊരു കുറുക്കു വഴിയുണ്ട്. സ്നാനപ്പെട്ടാൽ മതി. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞാൽ മീൻ കിട്ടാത്തത് സ്നാനപ്പെടാത്തതുകൊണ്ടാണ്. മീൻ വലയിൽ കയറാത്തത് അവിടെ മീനില്ലാത്തത് കൊണ്ടോ നിങ്ങൾക്ക് പണി അറിയാത്തത് കൊണ്ടോ അല്ല, തമ്പുരാൻ നിശ്ചയിച്ച സമയമായില്ല അതുകൊണ്ടാണ്. അല്ലാതെ സ്നാനപ്പെടുന്നത് കൊണ്ടോ സഭ മാറുന്നത് കൊണ്ടോ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കുറുമ്പ് കാണിക്കുന്നത് അവസാനിക്കുമെന്ന് കരുതേണ്ടതില്ല. അനുഗ്രഹങ്ങളൊന്നും സ്വാഭാവികമായി സംഭവിച്ചതല്ല. നമ്മുടെ ആരോഗ്യം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീട്, നാം ഉപയോഗിക്കുന്ന കാറ്, ഇതൊന്നും സ്വാഭാവികമായി ഉണ്ടായതല്ല. അതൊക്കെ തമ്പുരാൻ സമ്മതിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായതാ. ബ്ലെസ്സിങ്സ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. മൂന്നാമത് നമ്മുടെ കാണുന്ന ഏറ്റവും സുന്ദരമായ മറ്റൊരു ഭാഗം, ഫ്രം ബ്രേക്കപ്പ് ടു ബ്രേക്ക്ഫാസ്റ്റ്. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടനാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു പൂഞ്ഞാൻ പോലും ഇല്ല കർത്താവേ. പൂഞ്ഞാൻ എന്ന് കേട്ടാൽ അത് പൂഞ്ഞാറാണെന്നൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല. അത് ഞങ്ങൾ അപ്പർ കുട്ടനാടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രത്യേക മീനാണ്. എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു മീൻ. ഒരു പൂഞ്ഞാൻ പോലും കിട്ടിയില്ല കർത്താവേ. അപ്പോൾ കർത്താവ് വലയിറക്കാൻ പറയുന്നു. അവർ വലയിറക്കുന്നു. വലിയ പെരുത്ത മീൻകൂട്ടം ലഭിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ. കർത്താവിന് ഈ ഫ്രീസറിൽ വെച്ചതും ഫ്രിഡ്ജിൽ വെച്ചതുമായ പരിപാടിയില്ല, ഫ്രഷാണ് കൊടുക്കുന്ന സാധനം. നമ്മുടെയൊക്കെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ബ്ലെസ്സിങ്സ് ആണ്. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രഭാതത്തിലെ മഞ്ഞ് പോലെയാണ്. എന്ത് ഫ്രഷാണെന്നറിയാം. ഇപ്പോൾ പിടിച്ചതുമെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മുടെ ശാംബി തോമസ് അച്ഛൻ്റെ ഒരു പഴയ പ്രസംഗത്തിൽ അച്ഛൻ പറയുന്നുണ്ട്, കുക്കിംഗ് ജീസസ്. യേശു ക്രിസ്തുവിന് പാചകം ചെയ്യാൻ അറിയോ? നല്ല ഒന്നാം തരം അപ്പവും മീനും ഒക്കെ കരയിൽ റെഡിയാക്കി നിർത്തിയിരിക്കുക. ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, യേശു കർത്താവുമായി ശിഷ്യന്മാരൊരു ബ്രേക്കപ്പിലാണ്. അവർ ഉടക്കിപ്പിരിഞ്ഞു. എന്നാൽ ഉടക്കിപ്പിരിഞ്ഞാലും ഉടയവൻ കാത്തു തന്നെ നിൽക്കും. കുറച്ചുകൂടെ പ്രാസമൊപ്പിച്ച് പറഞ്ഞാൽ, കടലിൽ തോറ്റവനെ കരയിൽ കാത്തിരിക്കുന്ന ദൈവം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കരയിൽ തോറ്റ അവനെ കടലിൽ തള്ളണമെന്നാണ്. എന്നാൽ ഇവിടെ ദൈവം ചെയ്യുന്നത് കടലിൽ തോറ്റവനെ കരയിൽ കാത്തു നിൽക്കുകയാണ്. സാജനച്ചൻ്റെ മനോഹരമായൊരു പാട്ടുണ്ട്, വാത്സല്യത്തിൻ പ്രാതലുമായി.
കരയിൽ കാത്തുനിൽപ്പവനെ. ഈ മുക്കുവന്മാരെ സംബന്ധിച്ചിടത്തോളം കടൽ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളുടെ ഇടമാണ്. ഒരു മുക്കുവൻ്റെ വിജയവും പരാജയവും എന്ന് പറയുന്നത് കടലാണ്. കടലിൽ തോറ്റാൽ ജീവിതത്തിൽ തോറ്റു എന്നാണ് അർത്ഥം. കടലിൽ തോറ്റാൽ ജീവിതം കൈമോശം വന്നു എന്നാണ് അർത്ഥം. കടലിൽ തോറ്റാൽ ജീവിതം കൈവിട്ടുപോയി എന്നാണ് അർത്ഥം. അങ്ങനെ കടലിൽ തോറ്റപ്പോൾ ജീവിതം കൈമോശം വന്നുവെന്ന് കരുതിയ ശിഷ്യന്മാർ. എന്നാൽ ഇവിടെ യേശു കർത്താവ് മുക്കുവന്മാർക്ക്, കടലിൽ തോറ്റവർക്ക് അവൻ കരയിൽ വാത്സല്യത്തിൻ്റെ പ്രാതലുമായി കാത്തു നിൽക്കുകയാണ്. കടലിൽ തോറ്റുപോയവരുണ്ട്, കരയിലേക്ക് വരാൻ ധൈര്യമില്ലാത്തവരുണ്ട്, കരയിൽ വന്നാൽ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് നടുക്കടലിലായാലും, നിങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ തോറ്റുപോയാലും, നിങ്ങൾക്ക് ധൈര്യപൂർവം കരയിലേക്ക് വരാം. കടലിൽ തോറ്റവന് കരയിൽ പ്രഭാത ഭക്ഷണവുമായി കർത്താവ് കാത്തു നിൽക്കുകയാണ്. ദൈവത്തെ ഉപേക്ഷിച്ചു പോയ ആളാണ് പ്രവാചകൻ ഏലിയാവ്. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഇപ്പോൾ മതി എന്ന് പറഞ്ഞ് കെരീത്ത് തോടിൻ്റെ സമീപത്ത് വിശ്രമിക്കുകയാണ്. എന്നാൽ താനുമായി ഉടക്കിപ്പിരിഞ്ഞവനാണ്, തന്നെ വിട്ടിട്ട് പോയവനാണ് എന്നൊന്നും കർത്താവ് ചിന്തിക്കുന്നില്ല. അവനെ കാക്കയുടെ കൈവശം അപ്പവും ഇറച്ചിയും കൊടുത്തു വിടുകയാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡിസീസ് എക്സ് എന്ന് പറയുന്ന ഒരു പുതിയ രോഗം, അതിനെക്കുറിച്ചുള്ള സൂചനകൾ, ഇനി ഒരു 10 പാൻഡമിക്കിനോടുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് WHO അതിങ്ങനെ ലിസ്റ്റ് വിട്ടിട്ടുണ്ട്. എല്ലാം കൈവിട്ടു. ഇനി കരയിലേക്കൊരു വരവ് സാധ്യമാണോ എന്ന് കരുതുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന വലിയ ഉറപ്പ്, കടലിൽ തോറ്റാലും അവൻ കരയിൽ കാത്തു നിൽപ്പുണ്ട്. എലിയാ പ്രവാചകന് ദൈവം കാക്കയിലൂടെ അപ്പവും ഇറച്ചിയും കൊടുത്ത് അവനെ പോഷിപ്പിക്കുകയാണ്. എല്ലാം അസ്തമിച്ചുവെന്ന് കരുതുന്ന ഒരു ലോകത്ത്, ഇനി മുൻപോട്ട് പോകാനാവില്ല എന്ന് കരുതുന്ന മനുഷ്യരുള്ളിടത്ത്, ജീവിതമെല്ലാം തകർന്നു പോയി എന്ന് കരുതുമ്പോൾ, അവസാനത്തെ കാക്കയും ചാകാത്തിടത്തോളം കാലം അവൻ നിന്നെ കരുതുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. കയ്യിലൊന്നുമില്ല, ഒറ്റ കാര്യം ചെയ്താൽ മതി, കടലിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട, കരയിലേക്ക് വന്നാൽ മതി. ഈ കൊറോണയുടെ കാലത്ത് നമ്മുടെയൊക്കെ പ്രത്യാശ വല്ലാതെ ഉടഞ്ഞിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ വല്ലാതെ അസ്തമിക്കുകയാണ്. എത്രയെത്ര വട്ടം നാം അവരുമായി ഉടക്കിപ്പിരിഞ്ഞു. ഉടക്കിപ്പിരിഞ്ഞാൽ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ ഉടയവൻ. കരയിൽ തോറ്റാൽ അവൻ നമ്മെ കടലിൽ തോറ്റാൽ അവൻ നമ്മെ കരയിൽ സ്വീകരിക്കുന്നവനാണ്. ഫ്രം ബ്രേക്കപ്പ് ടു ബ്രേക്ക്ഫാസ്റ്റ്. ഓരോ വിശുദ്ധ കുർബാനയും ഇതുതന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നാം പ്രഭാതത്തിൽ ധ്യാനിച്ചത് ധൂർത്തപുത്രനെ കുറിച്ചാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും അധികം പരിഹാസ്യമായ ഒരവസ്ഥയിലാണ് ആ ധൂർത്തപുത്രൻ. എന്നാൽ അവൻ മടങ്ങി വരുമ്പോൾ വലിയ വിരുന്നുമായി അവനെ കാത്തു നിൽക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയും കടലിൽ തോറ്റവന് കരയിൽ നമ്മുടെ അപ്പനൊരുക്കുന്ന ഭക്ഷണമാണ്. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട്, കഴിവുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും പ്രാപ്തിയുണ്ടായിട്ടും അനുഗ്രഹങ്ങൾ ജീവിതത്തിൻ്റെ ഉമ്മറത്തുണ്ടായിട്ടും നമ്മുടെ വലയിലേക്ക് കയറാതെ കുറുമ്പ് കാണിക്കുന്ന ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ജീവിതത്തിൽ തോറ്റുപോയി എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശ, കടലിൽ തോറ്റാൽ കരയിലേക്ക് വരാം. ഓരോ വിശുദ്ധ കുർബാനയും ആ കടൽക്കരയിൽ അവനൊരുക്കിയ പ്രഭാത ഭക്ഷണം പോലെ വാത്സല്യത്തിൻ്റെ പ്രാതലാണ്. ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കട്ടെ.
ശിഷ്യന്മാർ ഒരു അടച്ചുപൂട്ടലിൻ്റെ കാലത്താണ്. അവരെ വാതിലടച്ചിരിക്കുകയാണ്. അവരുടെ മുൻപിൽ 2 ചോദ്യങ്ങൾ, ജീവനും ഉപജീവനവും, ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ്. അവർ തീരുമാനിക്കുന്നു, ഇനി റോമൻ പട്ടാളത്തെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അവർ മീൻ പിടിക്കാൻ പോവുകയാണ്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, വേർപാട്, മരണം, കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ, നമുക്കിതിനെ 2 തരത്തിൽ മാറ്റാം. ഈദർ യു ക്യാൻ ടേൺ ബാക്ക് ഓർ യു ക്യാൻ മേക്ക് ദോസ് മൊമെന്റ്സ് ടേണിംഗ് പോയിന്റ്സ്. ഈ കൊറോണയുടെ കാലം, ഈ പകർച്ചവ്യാധിയുടെ കാലം, യു വാണ്ട് ടു ടേൺ ബാക്ക് ഓർ യു വാണ്ട് ടു മേക്ക് ഇറ്റ് എ ടേണിംഗ് പോയിന്റ്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ്. ഇത് രണ്ടും വലിയ ചോദ്യചിഹ്നമായപ്പോൾ they didn't want to turn those moments into turning points. Instead, they decided to turn back. തിരിച്ചു പോകണ്ട, തിരിച്ചു പോകാനല്ല, ചില തിരിച്ചറിവുകളാണ് ജീവിതത്തിലൂടെ ഉണ്ടാകേണ്ടത്. നിരാശയുടെ നിമിഷങ്ങളെ യു ക്യാൻ ഫിൽ moments of emptiness either with disappointment or with discernment. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ എംപ്റ്റിനെസ്, ശൂന്യമായ വലകൾ, അവരോട് പറയുന്നത് 3 തിരിച്ചറിവുകളാണ്. ഒന്ന്, ആത്മവിശ്വാസം നല്ലതാണ്, എന്നാൽ ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടാത്ത എല്ലാ ആത്മവിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ചെയ്യില്ല. Until and unless our self-confidence is rooted in God, it is not going to help you. രണ്ടാമത് നാം പറഞ്ഞത്, അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സാറ്റ് കളിക്കുന്ന നിമിഷങ്ങളുണ്ട്. തൊട്ടടുത്തുണ്ട്, വള്ളമുണ്ട്, വലയുണ്ട്, മീനുണ്ട്, കടലുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്തോട്ട് കയറത്തില്ല. അത് കയറാത്തത്, അനുഗ്രഹങ്ങൾ കുറുമ്പ് കാണിക്കുന്നത്, നന്മകൾ വൈകുന്നത്, അനുഗ്രഹങ്ങൾ നമ്മെ കബളിപ്പിക്കുന്നത് ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. ജീവിതത്തിൽ നന്മകൾ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. മൂന്നാമത്, ഫ്രം ബ്രേക്കപ്പ് ടു ബ്രേക്ക്ഫാസ്റ്റ്. കരയിൽ തോറ്റവനെ കടലിൽ തോറ്റവനെ കരയിൽ കാത്തു നിൽക്കുന്ന കർത്താവ്. ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ഈ പകർച്ചവ്യാധിയുടെ കാലത്ത്, ഈ മഹാമാരിയുടെ കാലത്ത് വല്ലാത്ത നിരാശ നിങ്ങളെ ഗ്രസിച്ചിട്ടുണ്ടാവാം. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എന്തെല്ലാം കണക്കുകൂട്ടലുകളായിരുന്നു. കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, സ്വപ്നങ്ങൾ തകരുമ്പോൾ, നിങ്ങളുടെ മുൻപിലും എൻ്റെ മുൻപിലും 2 സാധ്യതകളുണ്ട്. ഈദർ യു ക്യാൻ ടേൺ ബാക്ക് or you can turn those moments into turning points. അതിന് സാധിക്കണമെങ്കിൽ നമ്മുടെ നിരാശകളെ, നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശകളെ തിരിച്ചറിവുകൾ കൊണ്ട് നിറയ്ക്കാൻ കഴിയണം. ഈ കൊറോണ കാലം, ഈ പകർച്ചവ്യാധി കാലം നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തൊക്കെയാണ്? മനുഷ്യൻ അവൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കൈലാസത്തിലായിരുന്നു. മനുഷ്യൻ അവൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ നെറുകയിലായിരുന്നു. എന്നാൽ ഈ കൊറോണ നമ്മെ പഠിപ്പിക്കുന്ന തിരിച്ചറിവ്, ദൈവത്തോടു കൂടെയല്ലാത്ത ആത്മവിശ്വാസം ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ചെയ്യില്ല. ഈ കൊറോണ കാലം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ തിരിച്ചറിവ്, എന്തെല്ലാം ഉണ്ടെങ്കിലും തമ്പുരാൻ അനുവദിക്കാതെ അനുഗ്രഹങ്ങൾ നിന്റെ വലയിലേക്ക് കയറില്ല. എത്ര അധ്വാനിച്ചാലും മീൻ അനുഗ്രഹങ്ങൾ കുറുമ്പ് കാണിക്കും. എത്ര ഉടക്കിപ്പോയാലും ഉടയവൻ കടലിൽ തോറ്റവനെ കരയിൽ കാത്തു നിൽക്കുകയാണ്. ഈ കർത്താവാണ് നമുക്ക് ഈ പുതുവർഷത്തിൽ നമ്മുടെ പ്രത്യാശയും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ശരണവും നമ്മുടെ ആശ്രയവും.
അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. നിരാശകളെ തിരിച്ചറിവ് കൊണ്ട് നിറയ്ക്കാം. നിരാശകളെ തിരിച്ചറിവുകൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ ടേണിംഗ് ബാക്ക് അല്ല, ടേണിംഗ് പോയിൻറ്റ്സ് ആണ്. കരയിൽ അവൻ പ്രാതലുമായി കാത്തു നിൽക്കുകയാണ്. ഏതെങ്കിലും കാരണങ്ങളാൽ ജീവിതത്തിൽ തോറ്റുപോയി എന്ന് കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി കടന്നു വരാം. അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രഭാതത്തിലെ മഞ്ഞ് പോലെയാണ്. ധൈര്യമായി കടന്നു വരാം. പ്രഭാത ഭക്ഷണവുമായി, വാത്സല്യത്തിൻ്റെ പ്രാതലുമായി, കരുതലിൻ്റെ പ്രാതലുമായി, ക്ഷമയുടെ പ്രാതലുമായി അവൻ കരയിൽ കാത്തു നിൽക്കുന്നു. കടലിൽ തോറ്റവരെ കരയിലേക്ക് വരാം. കർത്താവ് കാത്തിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.